പത്തനംതിട്ടയിൽ നിന്നുള്ള റിപ്പോർട്ടിലേക്കാണ്. പത്തനംതിട്ട മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിലെ യാർഡ് നിർമ്മാണം പൂർത്തിയാക്കാത്തതിൽ വ്യാപാരികളുടെയും പ്രതിഷേധം, കൗൺസിലർമാരുടെയും പ്രതിഷേധം. ബസ്സുകൾ യാർഡിലേക്ക് എത്താത്തതിനാൽ വ്യാപാര സ്ഥാപനങ്ങളിൽ കച്ചവടം കുറഞ്ഞതാണ് വ്യാപാരികളുടെ പ്രതിഷേധത്തിന് ഇടയാക്കിയത്. യാർഡിന്റെ പ്രവേശന ഭാഗത്തെ നിർമ്മാണമാണ് പൂർത്തീകരിക്കാനുള്ളത്. 7 മാസം മുൻപാണ് പത്തനംതിട്ട നഗരസഭ ബസ് സ്റ്റാൻഡിന്റെ യാർഡ് നിർമ്മാണം ആരംഭിച്ചത്. നിർമ്മാണം 90% പൂർത്തിയായി. യാർഡിന്റെ പ്രവേശന ഭാഗം ക്വാറിമക്ക് ഉപയോഗിച്ച് നിർമ്മിക്കാനാണ് തീരുമാനിച്ചിരുന്നത്. എന്നാൽ നിലവിൽ ഈ ഭാഗം കോൺക്രീറ്റ് ചെയ്യാനാണ് തീരുമാനം. യാർഡിൽ ബസ്സുകൾ എത്താത്തതിനാൽ നഗരസഭ ബസ് സ്റ്റാൻഡ് കോംപ്ലക്സിലെ കടമുറികളിൽ വ്യാപാരം നടത്തുന്നവർ ബുദ്ധിമുട്ടിലാണ്. കച്ചവടം തീരെയില്ല. യാർഡിന്റെ നിർമ്മാണം അടിയന്തരമായി പൂർത്തിയാക്കി ബസ്സുകൾക്ക് പ്രവേശനം അനുവദിക്കണമെന്ന് വ്യാപാരികൾ ആവശ്യപ്പെട്ടു. കച്ചവടം 7 മാസം സ്കൂൾ സീസൺ ഇറക്കിയ സാധനം 3-4 ലക്ഷം രൂപ സാധനം ഇറക്കിയിട്ട് ഒരു ബാഗ് പോലും വിൽക്കാൻ പയ്യാത്ത അവസ്ഥയിലാണ് ഇവിടെ. പല സ്ഥാപനങ്ങളും ഇപ്പം നിലവിൽ അടച്ചു കിടക്കുകയാണ്. ബസ് സ്റ്റാൻഡിന് മുന്നിലെ ഓട്ടോ സ്റ്റാൻഡിലെ ഓട്ടോ തൊഴിലാളികളും ദുരിതത്തിലാണ്. നിവൃത്തിയില്ല. ഇപ്പോൾ ആരോടും പറഞ്ഞത് കേൾക്കാൻ ആളില്ല. സങ്കടമാണ്, കഷ്ടമാണ്. 10-40 കുടുംബമാണ് കഴിയേണ്ടത്. ഇനിയും യാർഡ് നിർമ്മാണം പൂർത്തീകരിക്കുന്നത് വൈകിയാൽ UDF സമര പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് മുൻ നഗരസഭാ അധ്യക്ഷനും കൗൺസിലറുമായ A. സുരേഷ് കുമാർ പറഞ്ഞു. വളരെ അടിയന്തരമായിട്ട് യാർഡ് തുറന്നു കൊടുക്കാനുള്ള ഏർപ്പാട് തുടങ്ങണം. അതോടൊപ്പം തന്നെ മേൽപ്പാലം പണി അത് ഇപ്പോൾ യഥാർത്ഥത്തിൽ നിർത്തിവെച്ചിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. ചുമ്മാ 2-3 പേര് വന്ന് നാടൊക്കെ പണിയുകയാണ്. എല്ലാം കൊണ്ടും ദുരിതപൂർവമായ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് പത്തനംതിട്ട നഗരസഭയുടെ ഈ ജില്ലാ ആസ്ഥാനം മാറി. ഇവിടെ മാത്രമല്ല, ജില്ലാ ആസ്ഥാനത്ത് കച്ചവടമില്ല. ഇന്ന് മറ്റു വ്യാപാരികളിൽ നിന്ന് ഒപ്പുശേഖരണവും മറ്റു കാര്യങ്ങളുമായി അവർ പോയിക്കൊണ്ടിരിക്കുകയാണ്. 3,70,00,000 രൂപ ചിലവിട്ടാണ് 2 യാർഡുകൾ നിർമ്മിക്കുന്നത്. ഹഡ്കോയിൽ നിന്ന് വായ്പയെടുത്ത് യാർഡ് നിർമ്മാണം നടത്താനാണ് നേരത്തെ നഗരസഭ ലക്ഷ്യമിട്ടിരുന്നത്. കേന്ദ്ര സർക്കാരിന്റെ അമൃത് പദ്ധതിയിലൂടെ ഫണ്ട് ലഭിച്ചതിനാൽ വായ്പയെടുക്കാമെന്ന തീരുമാനം നഗരസഭ മാറ്റുകയായിരുന്നു. റിപ്പോർട്ടർ, പത്തനംതിട്ട.